AKJ പഠന ഗവേഷണ കേന്ദ്രവും VS ചന്ദ്രശേഖരപിള്ള പഠന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് ആഗോള പ്രവാസി കോൺഗ്രസ് മൈഗ്രേഷൻ കോൺക്ലേവിന് തിരുവല്ലയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺക്ലേവിലെ ചർച്ചകൾക്ക് നാളെ തുടക്കമാകും. ഇതിന്റെ സമഗ്ര വിവരങ്ങൾ നിഖിൽ നൽകും. നിഖിലിലേക്ക്. കീർത്തി, മൈഗ്രേഷൻ കോൺക്ലേവിന് തിരുവല്ലയിൽ തുടക്കമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിന്റെ വികസനത്തിലും മുന്നോട്ടുള്ള പോക്കിലും പ്രവാസി സമൂഹത്തിന്റെ സഹകരണം എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, ഒപ്പം നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട രംഗത്ത് ഒക്കെ പ്രവാസികളുടെ സഹകരണം കൂടി ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നയം. ആ നയവുമായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവാസികൾ രാഷ്ട്രീയ ഭേദമന്യേ ഇടപെടൽ നടത്തുന്നു. ആ ഇടപെടൽ മാതൃകാപരവും സന്തോഷകരവുമെന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഏതായാലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് തിരുവല്ലയിൽ നടക്കുന്ന ഈ മൈഗ്രേഷൻ കോൺക്ലേവിന്റെ ഭാഗമായി നമുക്ക് ദൃശ്യമാകുന്നത്. നാളെയാണ് ശരിക്കും ഈ ആഗോള വികസന സംവാദങ്ങൾ ആരംഭിക്കുന്നത്. 4 പ്ലാറ്റ്ഫോമുകളിലായി 4 മേഖലകളായി തിരിച്ചാണ് ഈ കോൺക്ലേവിൽ ചർച്ചകൾ നടക്കുക. അമേരിക്ക, ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ്, ഇങ്ങനെ 4 മേഖലകളായി തിരിച്ച് വിവിധ സമയങ്ങളിലായാണ് ഈ കോൺക്ലേവിൽ ചർച്ചകൾ നടക്കുന്നത്. ഓൺലൈനായി ഇതുവരെ 1,60,000 പ്രവാസികളാണ് ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പല സമയങ്ങളിലായി ഇവരെല്ലാം തന്നെ ഈ ചർച്ചകളുടെ ഭാഗമാവുകയും ചെയ്യും. ഏകദേശം 200ഓളം ആളുകൾ ഫിസിക്കലി ഈ സെമിനാറിൻ്റെ ഭാഗമായി, ഈ ചർച്ചകളുടെ ഭാഗമായി തിരുവല്ലയിലെ 4 വേദികളിൽ നടക്കുന്ന ചർച്ചകളുടെ ഭാഗമാകും എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പ്രവാസികളുടെ കരുതലും അവരുടെ നിലവിലുള്ള ആ ഒരു കരുത്തുമെല്ലാം തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുക, അവരിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം തന്നെ അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ച് പുതിയ ഒരു വികസന കാഴ്ചപ്പാട് സാധ്യമാക്കുക എന്നത് തന്നെയാണ് ഈ കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനൊപ്പം തന്നെ ഈ പ്രവാസികളുടെ കുടുംബം, അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അവരെ കൃത്യമായി പരിചരിക്കുക എന്ന കടമ സമൂഹം ഏറ്റെടുക്കുക എന്ന ഒരു കാര്യം കൂടി ഈ കോൺക്ലേവിൽ ചർച്ചയായി വരുന്നുണ്ട്. കീർത്തി.